ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ കണ്ടില്ല എങ്കിൽ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഇതിൻ്റെ PDF നോട്ട് റാങ്ക് ഫണ്ടിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി മതസൗഹാർദ്ദത്തിനുള്ള ശ്രമങ്ങൾ മുഴുകി കൽക്കട്ടയിലായിരുന്നു. അപ്പം ഗാന്ധിജി 1947 നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ആ ഒരു സമയം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എന്താണ്, ഗാന്ധിജി ആ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാതെ തന്നെ എന്ത് ചെയ്തു, മതസൗഹാർദ്ദത്തിനുള്ള ശ്രമങ്ങൾ മുഴുകി കൽക്കട്ടയിലായിരുന്നു. കാരണം നിങ്ങൾക്ക് ആ ഒരു സന്ദർഭം അറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇവിടെ മതപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എങ്ങനെ നമുക്ക് ഈ മതങ്ങളെ എന്താണ് സൗഹാർദ്ദപരമായിട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ചിന്ത. സ്വാതന്ത്ര്യദിന സന്ദേശം ആവശ്യപ്പെട്ട ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടറോട് തൻ്റെ സ്രോതസ്സുകൾ വറ്റിപ്പോയി എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ അത്രയും കാലം നമ്മൾ സ്വാതന്ത്ര്യം എന്നത് മാത്രമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടുക. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യം നേടിയ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൈയെത്തി പിടിക്കാവുന്ന ദൂരത്ത് സ്വാതന്ത്ര്യം എന്ന ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ, പക്ഷേ ഇവിടെ എന്താണ്, ഒരുപാട് അസ്വസ്ഥതകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ, അതായത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ടർ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട സമയത്ത് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഇതാണ്, തൻ്റെ സ്രോതസ്സുകൾ വറ്റിപ്പോയി എന്ന് പറഞ്ഞത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, തൻ്റെ സ്രോതസ്സുകൾ വറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മഹാത്മാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗാന്ധിജി എന്നാണ് ഉത്തരം. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യ വിഭജനം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ത്യ വിഭജനത്തെക്കുറിച്ച്. പാകിസ്ഥാൻ, ഇന്ത്യ, അങ്ങനെ രണ്ട് രാജ്യങ്ങൾ. ഓൾറെഡി നമുക്കിവിടെ ബംഗാൾ വിഭജനമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യൻ ജനത എന്ത് ചെയ്തു, പിടിച്ചു നിന്നു. പിന്നെ ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കിയ മതപരമായിട്ടുള്ള ഒരു വിഭജനമായിരുന്നു അല്ലേ. അത് ഇന്ത്യയും പാകിസ്ഥാനും അല്ലേ, ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായിട്ട് തിരിഞ്ഞപ്പോൾ അത് മതപരമായിട്ടുള്ള ഒരു വിഭജനമായിപ്പോയി. അപ്പോൾ അതിനെ ഗാന്ധിജി ആദ്യമൊക്കെ എതിർക്കുകയും പിന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പ്രകാരം ഗാന്ധിജി വിഭജനത്തെ സമ്മതിക്കുക, അതിനെ എതിർക്കാതെ സമ്മതിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എങ്കിലും ആ ഒരു വിഭജനം അത് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം ആധ്യാത്മിക ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ കണക്ട് ചെയ്ത് പഠിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 കോൺഗ്രസിനെ ലോക് സേവാ സംഘ് ആക്കി മാറ്റണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്. അപ്പോൾ 1948 വന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. തൊട്ടടുത്ത വർഷം 1948 അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം കോൺഗ്രസിനെ ലോക് സേവാ സംഘ് ആക്കി മാറ്റുക. ലോക് സേവാ സംഘ് ആക്കി മാറ്റണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഗാന്ധിജി. വർഷം 1948. 1948 ജനുവരി 12 ഡൽഹിയിൽ ആരംഭിച്ചതായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം. അപ്പം ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു, ഏത് വർഷമായിരുന്നു? ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ഡൽഹിയിലായിരുന്നു ആരംഭിച്ചത്. ഏത് ദിവസമാണ്? 1948 ജനുവരി 12. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ആരംഭിച്ച ദിവസമാണ് 1948 ജനുവരി 12. ഈ സത്യാഗ്രഹം പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകാനുള്ള 55 കോടി രൂപ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു മുസ്ലിം സംഘടനത്തിൽ മനസ്സ് വേദനിച്ചുകൊണ്ടുമാണ് അദ്ദേഹം നടത്തിയത്. അപ്പം ഗാന്ധിജി ഒരുപാട് സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, പിന്നെ അതുപോലെ തന്നെ മില്ല് സമരങ്ങൾ, നിരാഹാര സമരങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ദണ്ഡി മാർച്ച്, ഉപ്പ് സത്യാഗ്രഹം, ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജി സത്യാഗ്രഹം
കൈവിടുന്നില്ല അല്ലേ. തനിക്ക് എന്താണ് ഇന്നതായിട്ടൊരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. എന്തായിരുന്നു കാരണം? 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകാനുള്ള 55 കോടി രൂപ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്താണ്, ഹിന്ദു മുസ്ലിം സംഘടനത്തിൽ മനസ്സ് വേദനിച്ചുകൊണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. അപ്പോൾ എന്താണ്, ഹിന്ദു മുസ്ലിം ഒക്കെ എന്താണ് ഒരുമിച്ച് ചേർന്നായിരുന്നു നമ്മളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷെ ഇപ്പോൾ എന്താണ്, അവർ രണ്ടുപേരും എതിർപക്ഷങ്ങളിലായിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മനസ്സ് വേദനിച്ചു കൊണ്ടുമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, തൻ്റെ അവസാനത്തെ സത്യാഗ്രഹം 1948 ജനുവരി 12 ഡൽഹിയിൽ ആരംഭിച്ചത്. ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ പ്രേരിപ്പിച്ച കാരണങ്ങളിലൊന്ന് ഈ സത്യാഗ്രഹമായിരുന്നു. അപ്പം ഗാന്ധിജിയെ എന്താണ്, ഗാന്ധിജിയുടെ ഘാതകൻ എന്ന് പറയുന്നത് നാഥൂറാം വിനായക് ഗോഡ്സെയാണ് അല്ലേ. അദ്ദേഹം ഈ നാഥൂറാമിനെ ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രേരണ കൊടുത്തത് ഗാന്ധിജിയുടെ ഈ ഒരു സത്യാഗ്രഹമായിരുന്നു. ഗാന്ധിജി മുൻപ് പ്രവർത്തിച്ചതൊക്കെ ഓക്കെ ആയിരുന്നല്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെയും ഗാന്ധിജി എന്താണ്, ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ചത് നാഥൂറാമിനെ എന്ത് ചെയ്തു, ഗാന്ധിജിയെ കൊല്ലാനുള്ള ഒരു പ്രേരണയാണ് കൊടുക്കുന്നത്. ഗാന്ധി വധക്കേസിൻ്റെ വിചാരണ സമയത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. 1948 ജനുവരി 20 ന്യൂഡൽഹിയിൽ വെച്ച് ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചയാളാണ് മദൻലാൽ പഹ്വ. അപ്പം 1948 ആ വർഷം തന്നെ പിന്നെ ഓർക്കുക. അപ്പോൾ 1948 ജനുവരി 20 അപ്പോൾ 20 ആയപ്പോഴത്തേക്കും നമുക്കറിയാം ഗാന്ധിജിയെ വധിച്ചത് ആരാണ്, നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. പക്ഷേ ഗാന്ധിജിയെ വേറൊരാളും വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മദൻലാൽ പഹ്വ. മദൻലാൽ പഹ്വയും ഗാന്ധിജി എന്ത് ചെയ്തു, വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. 1948 ജനുവരി 20 ഡേറ്റ് ഓർത്തിരിക്കുക, എളുപ്പമുണ്ട്. ഗാന്ധിജിയെ നാഥൂറാം വിനായക് ഗോഡ്സെ കൊന്നത് എപ്പോഴാണ്, 1948 ജനുവരി 30. അതിനൊരു 10 ദിവസം മുന്നെയാണ് മദൻലാൽ പഹ്വ എന്താണ്, ഗാന്ധിജിയെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഗാന്ധി വധക്കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് മദൻലാൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. അപ്പം ഗാന്ധി വധക്കേസിൽ എന്താണ്, ഗൂഢാലോചന കുറ്റത്തിൽ എന്താണ് മദൻലാലിനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയുണ്ടായി. 1948 ജനുവരി 30 നമ്മൾ വരികയാണ്. 1948 ജനുവരി 30 വൈകുന്നേരം 5:17 ന്യൂഡൽഹിയിൽ ബിർള ഹൗസിന് സമീപത്ത് വച്ചാണ് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ തോക്കിൽ നിന്നുള്ള 3 വെടിയേറ്റ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 30. എന്തുകൊണ്ട്, ഗാന്ധിജിയുടെ മരണ ദിവസമാണ് അന്ന്, 1948 ജനുവരി 30. അന്ന് വൈകുന്നേരം 5:17 സമയവും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. 5:17 വൈകുന്നേരം 5:17 ന്യൂഡൽഹിയിലെ ബിർള ഹൗസിന് സമീപത്ത് വച്ച് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നാഥൂറാം വിനായക് ഗോഡ്സെ എന്ത് ചെയ്തു, ഗാന്ധിജിയെ 3 വെടിയാണ് ഉതിർത്തത്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് തറച്ച എത്ര വെടിയാണ്, 3 വെടിയാണ് തറച്ചത്. ഗോഡ്സെയുടെ തോക്കിൽ നിന്നുള്ള 3 വെടിയേറ്റ് ഗാന്ധിജി എന്ത് ചെയ്തു, വധിക്കപ്പെട്ടു. ഗാന്ധിജിയെ വധിച്ച ശേഷം ഓടിയ ഗോഡ്സെയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയത് ഒഡീഷ സ്വദേശിയായ രഘുനായക് ആണ്. അപ്പോൾ ഈ പേരൊക്കെ ഓർത്തിരിക്കുക. നമ്മളങ്ങനെ എന്താണ്, ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാറില്ല. അപ്പം ഇതും കൂടെയൊക്കെ ഓർത്തിരിക്കുക. കാരണം ഏത് മേഖലയിൽ നിന്നും വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമ്മളത് അത്രയും ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അപ്പം ഗാന്ധിജിയെ വധിച്ച ശേഷം ഗോഡ്സെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയതാണ് ആര്, ഒഡീഷ സ്വദേശിയായ രഘുനായക് ആണ് ഗാന്ധിജിയെ വധിച്ച ശേഷം ഓടിയ ഗോഡ്സെയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയത്. 1944 മെയ് മാസത്തിൽ ഗാന്ധിജിയെ അപായപ്പെടുത്താൻ ഗോഡ്സെയും ഒരു കൂട്ടം ആൾക്കാരും ശ്രമം നടത്തിയ സ്ഥലമാണ് പഞ്ച്ഗനി. അപ്പം 1944 ഇപ്പം ഗാന്ധിജി വധിച്ച വർഷം ഏതാണ്, 1948. അതിന് ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ ഒരു മെയ് മാസത്തിൽ എന്താണ്, ഗാന്ധിജി അപായപ്പെടുത്താൻ ഗോഡ്സെയും കൂട്ടുകാരും എന്ത് ചെയ്തു, ശ്രമിച്ചിരുന്നു. ഗോഡ്സെയും ഒരു കൂട്ടം ആൾക്കാരും ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ആ ശ്രമം നടത്തിയ സ്ഥലമാണ് പഞ്ച്ഗനി. പഞ്ച്ഗനി. ആ ഒരു വർഷം നിങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിലാക്കുക. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് 1944. ആ സമയം നിങ്ങൾക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ഓർമ്മ വേണം. കസ്തൂർബാ ഗാന്ധി മരിക്കുന്നതും
ഗാന്ധിജി ജയിലിൽ നിന്ന് മലേറിയ ബാധിച്ചതിന് ശേഷം എന്താണ് ജയിൽ വിമോചിതനാകുന്നതൊക്കെ എന്താണ് ആ ഒരു വർഷമാണ്. ഒക്കെ കണക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. 1944 ഗാന്ധിജി അറസ്റ്റ് വരിക്കപ്പെടുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ. 1944 എന്താണ് ആ ജയിലിൽ വെച്ച് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് കസ്തൂർബ ഗാന്ധി എന്താണ് മരണമടഞ്ഞതും അതിൽ വളരെയധികം മനോവിഷമം എന്താണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഗാന്ധിജിക്ക് മലേറിയ ബാധിച്ചു. അപ്പം ഗാന്ധിജി ജയിൽ വെച്ച് തന്നെ മരിക്കുമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ജയിൽ വിമോചിതനാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുക, അദ്ദേഹത്തെ എന്താണ് ജയിൽ വിമോചിതനാക്കുകയും ചെയ്യുന്നു. അപ്പം അതിനുശേഷം ഗാന്ധിജി പുറത്തിറങ്ങിയ സമയത്തായിരിക്കാം എന്താണ് ഗോഡ്സെയും ഒരു കൂട്ടം ആൾക്കാരും ഗാന്ധിജിയെ വധിക്കാൻ വേണ്ടി പഞ്ച്ഗനി എന്ന സ്ഥലത്ത് അവർ തയ്യാറായിട്ട് നിന്നത്. മരണ ദിവസം ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് സർദാർ പട്ടേൽ. അപ്പം സർദാർ വല്ലഭായ് പട്ടേൽ, നിങ്ങൾക്കറിയാം നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് എന്താണ്, ഗാന്ധിജിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇന്ത്യ വിഭജനത്തിനൊക്കെ ഗാന്ധിജി സമ്മതിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പം അത്രയ്ക്ക് ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം മരണ ദിവസം ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച ഒരു പ്രമുഖ നേതാവെന്ന് പറഞ്ഞത് സർദാർ പട്ടേലാണ്. പ്രമുഖ നേതാവെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, കാരണം ഒരുപാട് പേര് ഗാന്ധിജിയെ സന്ദർശിക്കുന്നുണ്ട്. അപ്പം മരണ ദിവസം ഒരുപാട് പേര് സന്ദർശിച്ചിട്ടുണ്ടാകാം, പക്ഷേ അന്ന് സന്ദർശിച്ചതിൽ പ്രമുഖനായിട്ടൊരു നേതാവെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഗാന്ധി വധക്കേസിൽ FIRൽ മൊഴി നൽകിയത് ചന്ദ് ലാൽ മേത്തയാണ്. അപ്പം ഗാന്ധി വധക്കേസ്, അപ്പം അതിൻ്റെ FIRൽ മൊഴി നൽകിയ ഒരു വ്യക്തിയാണ് ചന്ദ് ലാൽ മേത്ത. ആ പേര് ഓർക്കുക, നമ്മളങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുന്ന പേരല്ല, ചന്ദ് ലാൽ മേത്തയാണ് ഗാന്ധി വധക്കേസിൽ FIRൽ മൊഴി നൽകിയത്. 89 വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. 89 വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് മനുവും ആഭയുമായിരുന്നു. അപ്പം മരണസമയത്ത് ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന 2 വ്യക്തികളാണ് മനുവും ആഭയുമാണ് ഗാന്ധിജിയുടെ മരണസമയത്ത് ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെ ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പം നാഥുറാം വിനായക് ഗോഡ്സെ ഒരു പ്രമുഖനായൊരു വ്യക്തി തന്നെയായിരുന്നു. ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. പിന്നെ അഗ്രാണി എന്ന പേരിലാണ് ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി ഗോഡ്സെ ഈ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ അഗ്രാണി എന്ന ഒരു പേരിലാണ് ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടി ഗോഡ്സെ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഹിന്ദു മഹാസഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഗോഡ്സെ. അപ്പം നാഥുറാം വിനായക് ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, കാരണം ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ, കാരണം ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. അപ്പം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഹിന്ദു രാഷ്ട്രം മതി എന്ന ആ ഒരു നിലപാടിലായിരിക്കാം നാഥുറാമും തൻ്റെ കൂട്ടരും ഉണ്ടായിരുന്നിരിക്കുക. അപ്പം ഹിന്ദു മുസ്ലിം ഐക്യം പുലർന്നു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഗാന്ധിജിയെ വധിക്കാൻ വേണ്ടി നാഥുറാമിനെ പ്രേരിപ്പിച്ചത്. 1930 മോഡൽ USF 73 എന്ന നമ്പറുള്ള സ്റ്റുഡ് ബേക്കർ കാറിലാണ് ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ എത്തിയത്. കാറിൻ്റെ മോഡൽ, അതുപോലെ തന്നെ വർഷം, അതിൻ്റെ നമ്പർ, ഇതെല്ലാം ഓർത്തിരിക്കുക. 1930 മോഡൽ കാറാണ്. USF 73 എന്നതാണ് കാറിൻ്റെ നമ്പർ. സ്റ്റുഡ് ബേക്കർ എന്ന കാറിലാണ് ഗാന്ധിജിയെ വധിക്കാൻ ആരെത്തിയത്? ഗോഡ്സെ. 1930 മോഡൽ USF 73 എന്ന നമ്പറുള്ള സ്റ്റുഡ് ബേക്കർ കാറിലാണ് ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ എത്തിയത്. ഗോഡ്സെ രചിച്ച പുസ്തകമാണ് മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്ന ഒരു പുസ്തകം ഗോഡ്സെയുടേതാണ്. ഇറ്റാലിയൻ ബെറീറ്റ M 1934 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ വധിച്ചത്. ആ മോഡൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇറ്റാലിയൻ ബെറീറ്റ M 1934 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ. ഇറ്റാലിയൻ ബെറീറ്റ M 1934 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ചാണ് ഗാന്ധിജിയെ ആര് വധിച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെ. ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ തോക്കായിട്ട് ഇത് വിശേഷിക്കപ്പെടുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള തോക്കായിട്ടാണ് ഇത് വിശേഷിക്കപ്പെടുന്നത്.
ഹേ റാം എന്നായിരുന്നു ഗാന്ധിജി അവസാനമായി പറഞ്ഞത്. അപ്പം ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ ഹേ റാം എന്നാണ്. ഹേ റാം എന്നാണ് ഗാന്ധിജി അവസാനമായിട്ട് പറഞ്ഞത്. വെള്ളിയാഴ്ചയാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. അദ്ദേഹം ജനിച്ചത് ശനിയാഴ്ചയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ജനനം ഒരു ശനിയാഴ്ചയായിരുന്നു. അദ്ദേഹം വധിക്കപ്പെട്ടതാണെങ്കിലോ ഒരു വെള്ളിയാഴ്ചയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 168 ദിവസമാണ് ഗാന്ധിജി ജീവിച്ചിരുന്നത്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. 168 ദിവസം മാത്രമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുള്ളിൽ എന്ത് ചെയ്തു? ഗാന്ധിജിയെ കൊന്നുകളയുകയും ചെയ്തു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ 168 ദിവസമാണ് ഗാന്ധിജി ജീവിച്ചിരുന്നത്. ഈ പുരാതന രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ ദീപം നമ്മെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ശരിയായ പാത കാട്ടിത്തരികയും ചെയ്യുന്ന ശാശ്വത സത്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഗാന്ധിജിയുടെ നിര്യാണവേളയിൽ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ അനുശോചന സന്ദേശത്തിലെ കുറച്ച് കാര്യങ്ങളാണിത്. ഈ പുരാതന രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ ദീപം നമ്മെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ശരിയായ പാത കാട്ടിത്തരികയും ചെയ്യുന്ന ശാശ്വത സത്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. മഹത്തായ ഒരു പ്രതിജ്ഞയുടെ അഗ്നി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. മഹത്തായ ഒരു പ്രതിജ്ഞയുടെ അഗ്നി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. ആരെക്കുറിച്ചായിരിക്കാം? ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു പറഞ്ഞ കാര്യമാണിത്. മഹാത്മാഗാന്ധി അന്തരിച്ച വാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ചത് ജോർജ് ബെർണാഡ് ഷായാണ്. അപ്പം മഹാത്മാഗാന്ധി മരിച്ചുവെന്ന അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അന്തരിച്ചുവെന്ന വാർത്ത ബെർണാഡ് ഷാ അറിയുന്നു. ജോർജ് ബെർണാഡ് ഷാ അറിയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അനുശോചന സന്ദേശം അയക്കുകയാണ്. അതിൽ പറഞ്ഞ വാക്ക് എന്താണ്? കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല. കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല. ഇത് ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകളാണ്. അദ്ദേഹം ഗാന്ധിജി മരിച്ചപ്പോൾ അനുശോചന സന്ദേശമായിട്ട് അയച്ച ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു. ഇപ്പോഴവർ ഒന്നായിരിക്കുന്നു. ഗാന്ധിജിയുടെ നിര്യാണവേളയിൽ ഇപ്രകാരം പറഞ്ഞത് മീരാബെന്നാണ്. ഗാന്ധിജിയുടെ ഒരു ശിഷ്യയായിരുന്നു മീരാബെൻ. നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പം ഗാന്ധിജിയുടെ ശിഷ്യയായിട്ടുള്ള മീരാബെൻ ഗാന്ധിജി മരിച്ച ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു. അപ്പോൾ ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പോൾ അവർ ഒന്നായിരിക്കുന്നു. അതായത് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞു. അപ്പം ഈശ്വരനും ഗാന്ധിജി ഇപ്പോൾ ഒന്നായിരിക്കുന്നു. മുമ്പ് ഈശ്വരനും ഗാന്ധിജിയും രണ്ടായിരുന്നു പക്ഷേ ജീവിച്ചിരുന്ന സമയത്ത്. പക്ഷേ ഗാന്ധിജി മരിച്ചപ്പോൾ ഈശ്വരനും ഗാന്ധി ഒന്നായി തീർന്നിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഗാന്ധിജിയുടെ ശിഷ്യയായിട്ടുള്ള മീരാബെൻ പറഞ്ഞത്. ഗാന്ധിജിയുടെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞ അമേരിക്കൻ എഴുത്തുകാരിയാണ് പേൾ എസ് ബക്ക്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നത് പേൾ എസ് ബക്കിൻ്റെ വാക്കുകളാണ്. ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. ഗാന്ധിജിയുടെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചരമവാർത്ത അറിഞ്ഞപ്പോഴാണ് പേൾ എസ് ബക്ക് ഇപ്രകാരം പറഞ്ഞത്. രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു. രണ്ടാമത്തെ ക്രിസ്തുവും കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത് പേൾ എസ് ബക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഇവരൊരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. അപ്പം ഗാന്ധിജിയുടെ പ്രവർത്തനം, ഗാന്ധിജിയുടെ എളിമയുള്ള ജീവിതം ഇതെല്ലാം കണ്ട് യേശുക്രിസ്തുവിനോടാണ് ഈ ഒരു അമേരിക്കൻ എഴുത്തുകാരി ഗാന്ധിജിയെ ഉപമിച്ചത്. അത്രയ്ക്കും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ആവേശമുണർത്തിയ ഒരു നേതാവായിരുന്നു, ഒരു മഹാത്മാവായിരുന്നു ഗാന്ധിജി എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ ജനതയുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും മനസ്സിൽ അത്രയ്ക്കും ആഴത്തിൽ സ്പർശിച്ച ഒരു ജീവിതം തന്നെയായിരുന്നു ഗാന്ധിജിയുടേതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് യേശുക്രിസ്തുവിനോടാണ് ഈ ഒരു എഴുത്തുകാരി ഉപമിച്ചത്. രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് ഗാന്ധിജി ഉപമിച്ചത്. ഓക്കെ, അപ്പം അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. ന്യൂഡൽഹിയിൽ യമുനാ തീരത്തുള്ള രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ന്യൂഡൽഹിയിലെ യമുനാ തീരത്തുള്ള രാജ്ഘട്ട്
കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഗാന്ധിജിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ഫ്യൂണറൽ പ്രൊസഷൻ ദൈർഘ്യം 8 കിലോമീറ്റർ ആയിരുന്നു. അപ്പം ഗാന്ധിജിയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ടിരുന്ന യാത്രയുണ്ട്, വിലാപയാത്ര, അതിനെ ഫ്യൂണറൽ പ്രൊസഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആയിരുന്നു? 8 കിലോമീറ്റർ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ഇത് വച്ചിരുന്നാൽ മതി, നോട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് രാജ്ഘട്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഗാന്ധിജിയുടെ സമാധി സ്ഥലം എന്ന് പറഞ്ഞാൽ രാജ്ഘട്ടാണ്. ഇന്ത്യ സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാരും വിശിഷ്ടാതിഥികളും നട്ട മരങ്ങളുള്ള ഒരു പാർക്ക് രാജ്ഘട്ടിൻ്റെ പരിസരത്തുണ്ട്. അപ്പം ഗാന്ധിജിയുടെ സമാധി സ്ഥലമായിട്ടുള്ള രാജ്ഘട്ട്, അപ്പം ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്ന നമ്മുടെ രാഷ്ട്ര തലവന്മാരും വിശിഷ്ടാതിഥികളും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരില്ലേ, അവരൊക്കെ എന്താണ് സന്ദർശിക്കുമ്പോൾ രാജ്ഘട്ട് സന്ദർശിക്കുമ്പോൾ അവിടെ ഓരോ മരങ്ങൾ കൂടെ നട്ടിട്ട് പോകും. അപ്പം അങ്ങനെ ഇവർ നട്ട മരങ്ങളുള്ള ഒരു പാർക്ക് രാജ്ഘട്ടിൻ്റെ പരിസരത്തുണ്ട്. രാജ്ഘട്ടിന് സമീപമാണ് ഇന്ത്യയിലെ പ്രമുഖ ഭരണാധികാരികളുടെ സമാധി സ്ഥലങ്ങൾ. അപ്പോൾ രാജ്ഘട്ടും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും തന്നെയാണ്, അതിൻ്റെ സമീപമൊക്കെ തന്നെയാണ് മറ്റ് പ്രമുഖരായിട്ടുള്ള നമ്മൾ രാജീവ് ഗാന്ധിയുണ്ട്, ഇന്ദിരാഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, ഇങ്ങനെയുള്ളവരുടെ സമാധി സ്ഥലങ്ങളൊക്കെ അവിടെ അടുത്തടുത്തായിരിക്കാം. ഗാന്ധിജി വധിക്കപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മധുരയിലെ ഗാന്ധി മ്യൂസിയത്തിലാണ്. അപ്പോൾ ഇന്നും ഗാന്ധിജിയുടെ വസ്ത്രങ്ങൾ ഇന്നും ഇത്രയും വർഷമായി എന്നിട്ട് പോലും ഇന്നും ഗാന്ധിജിയുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. എവിടെയാണ്? മധുരയിലെ ഗാന്ധി മ്യൂസിയത്തിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ട സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത്. ഗാന്ധി മതത്തോടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന RSS ഗാന്ധി മതത്തോടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിട്ട് മാറി. എന്നാൽ 1948 ഈ നിരോധനം പിൻവലിച്ചു. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. 1948 ഗാന്ധിജി മരിക്കുന്നത്. അപ്പം ഗാന്ധിജി വധിച്ചതോടെ, ഗാന്ധിജിയുടെ വധത്തോടെ RSS എന്ന പാർട്ടി, അതായത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ നിരോധിക്കുകയുണ്ടായി. പക്ഷേ 1949 ആയപ്പോഴത്തേക്കും ഈ നിരോധനം പിൻവലിച്ചു. ഇന്നും RSS ഉണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സംസ്ഥാന തലസ്ഥാനമാണ് ഗാന്ധിനഗർ. ഇത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അപ്പം ഗാന്ധിനഗർ എന്ന് കേട്ടിട്ടുണ്ടതാണ്. അപ്പം ഗാന്ധിജിയുടെ സ്മരണാർത്ഥം പേര് നൽകിയിട്ടുള്ള ഒരു സംസ്ഥാന തലസ്ഥാനമാണ് ഗാന്ധിനഗർ. ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത്. രക്തമാംസങ്ങൾ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1944 ഇത് പറഞ്ഞത്. ഗാന്ധിജി മരിച്ചതിന് ശേഷമല്ല, ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്ത് തന്നെ. ആ വർഷം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്ന വർഷമാണ് 1944. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. രക്തമാംസങ്ങൾ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെ അവസാനമായി സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്തത് 1948. അപ്പം ഗാന്ധിജി ഒരുപാട് തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടി? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്. ഗാന്ധിജി അവസാനമായിട്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം, അതായത് നോമിനേഷൻ ചെയ്തത് എപ്പോഴാണ്? 1948. ഗാന്ധിജി മരിച്ച അതേ വർഷമാണ് ഗാന്ധിജിയെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യുന്നത്. ഗാന്ധിജി അന്തരിച്ച് 1948 ആർക്കും സമാധാന നൊബേൽ നൽകിയില്ല. മറ്റൊരു പ്രത്യേകത ആ വർഷം ഓർത്തു വയ്ക്കുക. നൊബേൽ സമ്മാനവുമായിട്ട് നമ്മൾ കൂട്ടിയിണക്കുമ്പോൾ 1948 എന്ന വർഷം ആർക്കും തന്നെ സമാധാനത്തിന് നൊബേൽ സമ്മാനം നൽകിയില്ല. എന്തുകൊണ്ടാണ്? ഗാന്ധിജി വധിക്കപ്പെട്ട വർഷമാണ് 1948. അതുകൊണ്ട് തന്നെ ആർക്കും സമാധാനത്തിന് നൊബേൽ സമ്മാനം നൽകിയില്ല. നിങ്ങൾ നൊബേൽ സമ്മാനത്തിൻ്റെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 1948 സമാധാനത്തിന് നൊബേൽ സമ്മാനം ആർക്കും തന്നെ
കൊടുത്തിട്ടില്ല. ഓക്കെ. 1948 ജൂൺ 18 മുംബൈയിലെ ഒരു ആശുപത്രിയിൽ കരളിനെ ബാധിച്ച രോഗം മൂലം നിര്യാതനായ ഗാന്ധിജിയുടെ മകനാണ് ഹരിലാൽ ഗാന്ധി. അപ്പം ഗാന്ധിജിയുടെ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിക്ക് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരു മകൻ എന്ത് ചെയ്തു? ഹരിലാൽ 1948 ജൂൺ 18 അതായത് ഗാന്ധിജി മരിച്ച അതേ വർഷം തന്നെ മരിക്കുകയുണ്ടായി. കരൾ രോഗത്തെ തുടർന്ന് എന്ത് ചെയ്തു? മരിച്ചു. ഷിംലയിൽ പഞ്ചാബ് ഹൈക്കോടതിയിലാണ് ഗാന്ധി വധക്കേസിൻ്റെ വിചാരണ നടന്നത്. അപ്പം ഷിംലയിലെ പഞ്ചാബ് ഹൈക്കോടതിയിലാണ് ഗാന്ധി വധക്കേസിൻ്റെ വിചാരണ നടന്നത്. ആ കോടതി ഒന്ന് ഓർത്ത് വയ്ക്കുക, ഷിംലയിലെ പഞ്ചാബ് ഹൈക്കോടതി. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ ആത്മാചരൺ അഗർവാളാണ്. അപ്പം ആത്മാചരൺ അഗർവാളാണ് ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ചത്. അപ്പം ഗാന്ധി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗോഡ്സെയും കൂട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി അതിന് മുമ്പ് വധിക്കാൻ വേണ്ടി ശ്രമിച്ച ആളെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം വിധി പ്രഖ്യാപിച്ച വ്യക്തിയാണ്, അതിൻ്റെ ന്യായാധിപൻ ആരാണ്? ആത്മാചരൺ അഗർവാൾ. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപനാണ് ആത്മാചരൺ അഗർവാൾ. ഡേറ്റ് ഓർത്തിരിക്കുക. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച തീയതി 1949 നവംബർ 8. 1949 നവംബർ 8. 48 അല്ല, 1949 നവംബർ 8 തീയതിയാണ് ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ചത്. ന്യായാധിപനാരാണ്? ആത്മാചരൺ അഗർവാൾ. ഗാന്ധി വധക്കേസിൽ നാഥൂറാം വിനായക് ഗോഡ്സെയ്ക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണൻ ദത്താത്രേയ ആപ്തെയാണ്. അപ്പം ഗാന്ധി വധക്കേസിൽ നാഥൂറാം വിനായക് ഗോഡ്സെ, ഗാന്ധിജിയുടെ ഘാതകനായിട്ടുള്ള നാഥൂറാം വിനായക് ഗോഡ്സെ തൂക്കിലേറ്റി. ഗോഡ്സെയ്ക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ ആപ്തെ. 2 പേരുകൾ ഓർത്തിരിക്കുക. നാഥൂറാം വിനായക് ഗോഡ്സെയ്ക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ്? നാരായൺ ദത്താത്രേയ ആപ്തെ. ഗാന്ധി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ശിക്ഷിച്ചത് അംബാല ജയിലിൽ വച്ചാണ്. അപ്പോൾ ഗാന്ധി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ശിക്ഷിച്ചത് ഏത് ജയിലിൽ വെച്ചാണ്? അംബാല ജയിലിൽ വെച്ചാണ്. ഡേറ്റ് ഓർത്തിരിക്കുക. 1949 നവംബർ 15. 1949 നവംബർ 15 നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ വിധി പ്രസ്താവിച്ചത് എന്നാണ്? 1949 നവംബർ 8. നവംബർ 8 വിധി പ്രഖ്യാപിച്ചു. അതിൻ്റെ ശിക്ഷ നടപ്പാക്കിയത് 1949 നവംബർ 15. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വിചാരണവേളയിലെ ഗോഡ്സെയുടെ വെളിപ്പെടുത്തലുകളാണ്. വൈ ഐ കിൽഡ് ഗാന്ധി എന്നത് ഗോഡ്സെയുടെ പുസ്തകമാണ്. അപ്പം അതിൻ്റെ ഉള്ളടക്കം വിചാരണവേളയിൽ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതൊക്കെ ഗോഡ്സെയുടെ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് കോടതി കണക്കാക്കിയത്. തൂക്കിലേറ്റിയപ്പോൾ ഗോഡ്സെയുടെ സ്വന്തം സ്ഥലമായ പൂനെയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഗോഡ്സെ തൂക്കിലേറ്റിയ ആ സമയം ഗോഡ്സെയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള പൂനെയിൽ ആക്രമ സംഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഗോഡ്സെയും ആപ്തെയും ഉൾപ്പെടെ ഗാന്ധി വധക്കേസിൽ 8 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. അപ്പം 2 പേരാണ് തൂക്കിലേറ്റിയത്, ബാക്കിയുള്ളവർക്ക് വധശിക്ഷയാണ് കൊടുത്തത്. അപ്പം ഗോഡ്സെയും ആപ്തെയും ഉൾപ്പെടെ ഗാന്ധി വധക്കേസിൽ 8 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ആ 8 എന്ന സംഖ്യ ഓർത്തിരിക്കുക. അപ്പം ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഇതിൽ 2 പേരെ തൂക്കിലേറ്റി. ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഉൾപ്പെടെ 6 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. അപ്പം ബാക്കി 6 പേരുണ്ട്. 2 പേരെ തൂക്കിലേറ്റി, ബാക്കി 6 പേരുണ്ട്. അപ്പം ഗോഡ്സെയുടെ സഹോദരനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, ഗോപാൽ ഗോഡ്സെ. അപ്പം അദ്ദേഹത്തെ ഉൾപ്പെടെ 6 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ഗാന്ധി വധക്കേസിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് അപ്പീലിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിയാണ് ദത്താത്രേയ പാർച്ചുറെ. ദത്താത്രേയ പാർച്ചുറെ എന്ന വ്യക്തി ആദ്യം ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു എങ്കിലും പിന്നീട് അപ്പീലിൻ്റെ സഹായത്തോടെ കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിയാണ് ദത്താത്രേയ പാർച്ചുറെ. ദത്താത്രേയ പാർച്ചുറെ എന്ന വ്യക്തിയാണ് ഗാന്ധി വധക്കേസിൽ നിന്ന് അപ്പീലിൻ്റെ സഹായത്താലെ കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തി. ശിക്ഷ കഴിഞ്ഞ് ഗോപാൽ ഗോഡ്സെയും കൂട്ടരും
മോചിതരായത് 1964. അപ്പോൾ 1964 ആയപ്പോഴത്തേക്കും ശിക്ഷ കഴിഞ്ഞ്, അതായത് കുറച്ച് പേരെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് അവർ 1964 ആയപ്പോഴത്തേക്കും അവർ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇവരുടെ മോചനത്തോടനുബന്ധിച്ച് പൂനെയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് ബാലഗംഗാധര തിലകിൻ്റെ ചെറുമകനും കേസരിയുടെ മുൻ പത്രാധിപനുമായിരുന്ന ഡോക്ടർ ജി.വി. കേഡ്കർ ആണ്. അപ്പം ഡോക്ടർ ജി.വി. കേഡ്കർ, അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. കേസരിയുടെ മുൻ പത്രാധിപനാണ്. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ കൂടെയാണ്. അപ്പം അദ്ദേഹം എന്താണ് ഇവരെ സ്വീകരിക്കുന്ന ചടങ്ങ്. അപ്പം ഇവരുടെ മോചനത്തോടനുബന്ധിച്ച് പൂനെയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? ഡോക്ടർ ജി.വി. കേഡ്കർ ആയിരുന്നു. അപ്പം ഇത് നടക്കുന്നത് എന്നാണ്? 1964 നവംബർ 12. ഡേറ്റ് കൂടെ ഓർത്തിരിക്കുക. അതായത് ഗോപാൽ ഗോഡ്സെയും കൂട്ടരും ജയിൽ മോചിതരായിട്ട് 1964 ഇറങ്ങുന്നു. അപ്പം അവരെന്താണ് അവരുടെ മോചനത്തോടനുബന്ധിച്ച് അവർക്ക് നടത്തിയ ഒരു സ്വീകരണ പരിപാടി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മോചനത്തോടനുബന്ധിച്ച് പൂനെയിൽ നടത്തിയ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഡോക്ടർ ജി.വി. കേഡ്കർ ആണ്. അദ്ദേഹം കേസരിയുടെ മുൻ പത്രാധിപനായിരുന്നു. പോരാഞ്ഞിട്ട് അദ്ദേഹം ബാലഗംഗാധര തിലകൻ്റെ ചെറുമകൻ കൂടെയാണ്. ഇത് നടന്നത് 1964 നവംബർ 12. കേഡ്കറുടെ ചില വെളിപ്പെടുത്തലുകൾ മഹാരാഷ്ട്ര അസംബ്ലിയിലും ഇന്ത്യൻ പാർലമെൻറ്റിലും കോലാഹലങ്ങൾക്ക് ഇടയാക്കി. അപ്പം ആ ഒരു സമ്മേളനത്തിൽ വെച്ച് കേഡ്കർ എന്താണ് കുറേ വെളിപ്പെടുത്തലുകൾ നടത്തി. അപ്പം ഇത് എന്താണ് മഹാരാഷ്ട്രയുടെ അസംബ്ലിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലും കോലാഹലങ്ങൾക്ക് ഇടയാക്കി തീർത്തു. ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന ബി.ജി. ഖേർ ഗാന്ധി വധിക്കപ്പെടുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പിനെ വേണ്ട ഗൗരവത്തോടെ കണ്ടില്ല എന്ന വെളിപ്പെടുത്തലാണ് ഇവയിൽ പ്രധാനം. എന്താണ് ഒരു പരാതി എന്നത് ഓണം അല്ലേ? അപ്പം ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന ബി.ജി. ഖേർ എന്താണ് പറയുകയുണ്ടായി, എന്താണ് ഗാന്ധി വധിക്കപ്പെടുന്നത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഗാന്ധിക്ക് എന്താണ് വധഭീഷണി ഉണ്ട് എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും അതിനെ ഗൗരവത്തോടെ കണ്ടില്ല. അദ്ദേഹത്തിന് എന്താണ് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. ഇങ്ങനെയുള്ള എന്താണ് ഒരു പരാതി എന്താണ് ഉന്നയിച്ചു. അപ്പോൾ ഇത് ഒരു ഗൗരവമായിട്ടൊരു കാര്യമായിട്ട് തന്നെ എന്താണ് എടുത്തു ആര്? പാർലമെൻറ്റിൽ. അപ്പം കേഡ്കർ അങ്ങനെ എന്ത് ചെയ്തു? അറസ്റ്റിലാക്കപ്പെടുകയാണ്. അറസ്റ്റ് വരിക്കപ്പെട്ടു. കേഡ്കർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവൺമെൻറ് എന്താണ് നിർബന്ധിതരായി. അപ്പം ഓൾറെഡി എന്താണ് അവിടെ കുറച്ച് പേരെ പിടിച്ചു അല്ലേ? ഗോഡ്സെയും കൂട്ടരെയും പിടിച്ചു. ഗോഡ്സെയും അതുപോലെ തന്നെ 2 പേരും എന്താണ് ഗോഡ്സെയും ഉൾപ്പെടെ 2 പേരെ എന്താണ് തൂക്കിലേറ്റുകയും ബാക്കിയുള്ളവർക്ക് എന്താണ് തടവ് ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്താണ് പിന്നെയും എന്താണ് ആ ഒരു വധവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇവരൊക്കെ എന്താണ് ശിക്ഷ നടപ്പാക്കിയവർ, അതായത് ഗാന്ധിജിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഇതിനെ എന്താണ് പ്രേരണ നൽകിയ ഒരുപാട് പേരെ ഇതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ അവരെയും കണ്ടെത്തണം എന്ന രീതിയിൽ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ എന്താണ് അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഗവൺമെൻറ് പിന്നെയും എന്താണ് ഗാന്ധി വധക്കേസ് അന്വേഷിക്കണം, ഇൻവെസ്റ്റിഗേഷന് കൊടുക്കണം എന്ന ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് മാറുകയാണ്. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ആരോപണ വിമുക്തനായ നേതാവാണ് വി.ഡി. സവർക്കർ. അപ്പം നമുക്കറിയാം RSS എന്ന് പറഞ്ഞ സംഘടനയാണ് ഗാന്ധിവാദത്തെ തുടർന്ന് എന്ത് ചെയ്തത്? നിരോധിച്ചിട്ട് സംഘടന. അപ്പോൾ ആ ഒരു സംഘടനയുടെ നേതാവായിരുന്നു ആര്? വി.ഡി. സവർക്കർ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് വി.ഡി. സവർക്കറിനെയും ഗാന്ധിവാദത്തെ തുടർന്ന് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പം അദ്ദേഹത്തെ എന്താണ് അങ്ങനെ അദ്ദേഹം അറസ്റ്റിൽ ആയി കഴിയുന്ന ആ ഒരു അവസരത്തിൽ ഗാന്ധി മതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും തെളിവുകൾ ഒന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ ആരോപണ വിമുക്തനായ നേതാവാണ് വി.ഡി. സവർക്കർ. ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കപ്പെട്ടുവെങ്കിലും അപ്പീലിൻ്റെ ബലത്തിൽ പുറത്തു വന്ന വ്യക്തിയുണ്ട്. ഇനി ഇവിടെ തെളിവുകളുടെ അഭാവത്തിൽ പുറത്തിറങ്ങിയ വ്യക്തിയാണ് വി.ഡി. സവർക്കർ. ഗാന്ധിവാദത്തിന് പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് ആദ്യം നിയോഗിച്ചത് സുപ്രീം കോടതി അഭിഭാഷകനായിരുന്ന ഗോപാൽ സ്വരൂപ് പഥകിനെയാണ്. ഗോപാൽ സ്വരൂപ് പഥക് എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ആദ്യമായിട്ട് ഗാന്ധിവാദത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച്, ഗാന്ധി വധം നടപ്പാക്കിയവർക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു അല്ലേ? ഗാന്ധിയെ കൊന്നവർക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത്? അപ്പോൾ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ആ ഒരു
ഇതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന് വേണ്ടിയായിട്ട് അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചതാണ് സുപ്രീം കോടതി അഭിഭാഷകനായിരുന്ന ഗോപാൽ സ്വരൂപ് പഥക് എന്ന് പറഞ്ഞ വ്യക്തിയെ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് തീർന്നു അതിനുശേഷം. പിന്നെ തുടർന്ന് മൈസൂറിൻ്റെ ഗവർണറായിട്ട് നിയമിതനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ചുമതലയൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ഗാന്ധി വധത്തെ അന്വേഷിക്കാനൊന്നും കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നിൽ ഗാന്ധി വധത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ഇത് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷനെയാണ് ഗാന്ധി വധത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ. കപൂർ കമ്മീഷൻ, അത് മറന്നു പോകരുത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കപൂർ കമ്മീഷൻ നിയമിച്ച വർഷം 1966. 1966 വർഷങ്ങളൊന്നും മറന്നു പോകരുത്, കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി, ഓർമ്മയിരിക്കും. 1964 ഈ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചവരെന്താണ് അവരുടെ കാലയളവ് കഴിഞ്ഞിട്ട്, ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ 2 വർഷം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഗാന്ധി വധത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. അതാണ് കപൂർ കമ്മീഷൻ. 1966 കപൂർ കമ്മീഷൻ നിയമിച്ചത്. അതിന് മുൻപ് ഗാന്ധി വധത്തിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സുപ്രീം കോടതി അഭിഭാഷകനെ ഗവൺമെൻറ് നിയമിച്ചിരുന്നു. അയാളുടെ പേരാണ് ഗോപാൽ സ്വരൂപ് പഥക്. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1969. അപ്പം കപൂർ കമ്മീഷൻ കുറേ നാൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവർ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചത് എപ്പോഴാണ്, ഏത് വർഷമാണ്? 1969. അപ്പം കണക്ട് ചെയ്ത് പഠിക്കുക. 1966 കപൂർ കമ്മീഷനെ നിയമിച്ചത്. 69 ആയപ്പോഴത്തേക്ക് 3 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജീവൻലാൽ കപൂർ ആയിരുന്നു ഈ ഏകാംഗ കമ്മീഷനിലെ അംഗം. അപ്പം ഈ കപൂർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഏകാംഗ കമ്മീഷനായിരുന്നു, അതായത് ഒരു അംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിലുണ്ടായിരുന്ന ആരായിരുന്നു? സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജീവൻലാൽ കപൂർ. അങ്ങനെയാണ് കപൂർ കമ്മീഷൻ എന്ന പേര് വന്നത്. ജീവൻലാൽ കപൂർ എന്ന സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ഈ കപൂർ കമ്മീഷൻ്റെ ആള്. അപ്പം അങ്ങനെയുള്ള ഏകാംഗ കമ്മീഷനിലെ അംഗമായിരുന്നു ജീവൻലാൽ കപൂർ. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 1969. കപൂർ കമ്മീഷനെ നിയമിച്ച വർഷം 1966. കപൂർ കമ്മീഷൻ വിസ്തരിച്ച ആദ്യ സാക്ഷി കേഡ്കർ ആയിരുന്നു. അപ്പം കേഡ്കർ നേരത്തെ അറസ്റ്റ് വരിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലേ, നമ്മൾ നേരത്തെ കേട്ട ഒരു വ്യക്തിയായിരുന്നു കേഡ്കർ. കേസരിയുടെ മുൻ പത്രാധിപനായിരുന്നു. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകിൻ്റെ ചെറുമകൻ കൂടിയായിരുന്നു. അപ്പം കേഡ്കറിനെ തന്നെയാണ് ആദ്യ സാക്ഷിയായിട്ട് വിസ്തരിച്ചത് കപൂർ കമ്മീഷന്. അന്നത്തെ ബോംബെ മുഖ്യമന്ത്രി മൊറാർജി ദേശായി, ഗാന്ധി വധം അന്വേഷിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ JD നഗർവാല എന്നിവരിൽ നിന്നും കമ്മീഷൻ എന്ത് ചെയ്തു, മൊഴിയെടുത്തു. അപ്പോൾ കേഡ്കറിൽ നിന്നും മൊഴിയെടുത്തു. അതുപോലെ തന്നെ അന്നത്തെ ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ആയിരുന്നു. അപ്പം മൊറാർജി ദേശായിൽ നിന്നും അതുപോലെ തന്നെ ഗാന്ധി വധം അന്വേഷിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ JD നഗർവാലിൽ നിന്നൊക്കെ കമ്മീഷൻ മൊഴിയെടുക്കുകയുണ്ടായി. അതായത് അന്വേഷണമാണല്ലോ, അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് അവരിൽ നിന്നൊക്കെയാണ് മൊഴിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ കമ്മീഷൻ മൊഴിയെടുത്തു. അങ്ങനെയാണ് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ആരംഭിച്ച സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. അപ്പം ആ ഒരു വർഷം കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമാണ് 1969. അപ്പം ഗാന്ധിജി ജനിച്ച വർഷം ഏതാണ്? 1869. കണക്ട് ചെയ്ത് പഠിക്കുക, 100 വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഗാന്ധിജി 1869 ജനിച്ചത്. 1948 അദ്ദേഹം അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി, അതായത് 100 വർഷങ്ങൾക്ക് ശേഷം 1969. 1869 ജനിച്ച ഗാന്ധിജിക്ക് 100 വയസ്സാകുമായിരുന്നു എപ്പോൾ? 1969 അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീം കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വർഷം മറക്കില്ല. നാഷണൽ സർവീസ് സ്കീം കൊണ്ടുവന്ന വർഷം ഏതാണ്? 1969. എന്തിനോടനുബന്ധിച്ച്? ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കൊണ്ടുവന്നത്. ഓക്കെ. ഗാന്ധിജിയുടെ ചരമദിനം, അതായത് ജനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, രക്തസാക്ഷി ദിനം എന്നാണ്, ജനുവരി 30. എന്താണ് പ്രത്യേകത? ഗാന്ധിജിയുടെ ചരമദിനമാണെന്ന്.
ഗാന്ധിജി അന്തരിച്ച് അതേ വർഷം തന്നെ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയാണ് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ നമ്മൾ മുഹമ്മദ് അലി ജിന്നയെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്നു ഗാന്ധിജിയുടെ. അപ്പം ഗാന്ധിജി അന്തരിച്ച അതേ വർഷം തന്നെയാണ് മുഹമ്മദ് അലി ജിന്നയും അന്തരിച്ചത്. ഏത് വർഷമാണ്? 1948. ഗാന്ധിജി അന്തരിച്ച അതേ വർഷം തന്നെ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയാണ് മുഹമ്മദ് അലി ജിന്ന. സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ഭാരതീയൻ ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് ആര്? മഹാത്മാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ഭാരതീയനും മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ഭാരതീയൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പം നമുക്കിതൊക്കെ അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണല്ലേ. ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്താണ് ഇത്രയും രാജ്യങ്ങളുടെ ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ എന്താണ് ചിത്രം അച്ചടിക്കപ്പെടുക എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ത്യൻ എന്താണ് ഒരു പൗരൻ അല്ലെങ്കിൽ പൗര എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഗാന്ധിജി ആകെ 2338 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എത്ര ദിവസമാണ്? 2338 ദിവസം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിലാണെങ്കിൽ 2089 ദിവസമാണ് അനുഭവിച്ചിട്ടുള്ളത്. 2089 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ജയിൽവാസം അനുഭവിച്ചു. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്കാണ്. കുറേ 2-3-4 വർഷം അങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ആയിരിക്കില്ല. കുറച്ച് ദിവസം പിടിച്ചിട്ടും പിന്നെ അടുത്ത് എന്താണ് അദ്ദേഹത്തെ റിലീസ് ചെയ്യും. ഇങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ മാത്രമല്ല ജയിൽവാസം അനുഭവിച്ചത്, അത് മനസ്സിലാക്കുക. ഈ രണ്ട് എന്താണ് സംഖ്യ ഓർത്തിരിക്കുക. 2338 ദിവസം ആണ് ഗാന്ധിജി ആകെ ജയിൽവാസം അനുഭവിച്ചത്. ഇനി അത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലോ 2089. 7 തിന്മകളെ ഇല്ലാതാക്കാനാണ് ഗാന്ധിജി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അവ ഇപ്രകാരമാണ്. അപ്പം 7 തിന്മകളെ ഇല്ലാതാക്കാൻ ഗാന്ധിജി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അപ്പം അതാണ് ഇനി പറയുന്നത്. 1. തത്വബോധമില്ലാത്ത രാഷ്ട്രീയം. 2. ജോലി ചെയ്യാതെ നേടുന്ന സ്വത്ത്. 3. ന്യായദീക്ഷയില്ലാത്ത കച്ചവടം. 4. സ്വഭാവശുദ്ധി പ്രദാനം ചെയ്യാത്ത വിദ്യാഭ്യാസം. 5. മനസാക്ഷിയില്ലാത്ത സുഖലോലുപത. 6. മാനുഷിക മുഖമില്ലാത്ത ശാസ്ത്രം. 7. ത്യാഗചിന്തയില്ലാത്ത ആരാധന. അപ്പം ഇങ്ങനെ 7 തിന്മകൾ ഇല്ലാതാക്കാനാണ് ഗാന്ധിജി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ അറിവിലേക്ക് മാത്രം തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 1. തത്വബോധമില്ലാത്ത രാഷ്ട്രീയം. ഒരു ബോധവും ഒരു തത്വമൊന്നും ഇല്ലാത്ത രാഷ്ട്രീയം, അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഗാന്ധിജിയുടെ പരിശ്രമമായിരുന്നു. പിന്നെ ജോലി ചെയ്യാതെ നേടുന്ന സ്വത്ത്. വെറുതെ ഇരുന്ന് നേടുന്ന സ്വത്ത്, സമ്പാദ്യം, ഇതിന് എതിരായിരുന്നു ഗാന്ധിജി. അതുപോലെ തന്നെ ന്യായദീക്ഷയില്ലാത്ത കച്ചവടം, അതായത് ന്യായരഹിതമായിട്ടുള്ള കച്ചവടം, അതായത് കൂടുതൽ കൊള്ള ലാഭം നേടുന്ന രീതിയിലുള്ള കച്ചവടമൊക്കെ എന്നാണ് ഗാന്ധിജി എതിർത്തിരുന്ന ഒരു കാര്യമാണ്. സ്വഭാവശുദ്ധി പ്രദാനം ചെയ്യാത്ത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ചെയ്യുക എന്നത്, അറിവ് നേടുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. പക്ഷേ അതിലൂടെ അവൻ്റെ സ്വഭാവം കൂടെ നന്നാവണം. ഈ സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ അറിവ് നേടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടും എല്ലാവർക്കും ഉണ്ടെന്ന് വരില്ല. ചിലർക്ക് വിദ്യാഭ്യാസം കാണും, വിവരം ഒട്ടും കാണില്ല. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം വിദ്യാഭ്യാസവും വിവരവും നേടുക എന്നത് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം നമുക്ക് പഠിച്ച് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ വിവേകം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായോഗിക ബുദ്ധിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് വിവേകം. അതാരും നമുക്ക് പറഞ്ഞു തരുന്നതല്ല, നമ്മൾ സ്വയമേ സ്വായത്തമാക്കുന്നതാണ് വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസാക്ഷിയില്ലാത്ത സുഖലോലുപത, അതായത് അന്യൻ ദുഃഖിച്ച് കിടക്കുകയാണ്, ഞാൻ സുഖത്തിൽ കഴിയുന്നു, അല്ലെ ഞാൻ സുഖിച്ച് കഴിയുന്നു, അന്യൻ ആ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ തന്നെ ദുഃഖത്തിൽ കഴിയുന്നു. അതൊക്കെ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു
ഒരു രീതിയാണ്. അപ്പം അതിനെയൊക്കെ എന്ത് ചെയ്തു, ഗാന്ധിജി എതിർക്കുകയുണ്ടായി. അടുത്ത മാനുഷിക മുഖമില്ലാത്ത ശാസ്ത്രം, അതായത് മനുഷ്യൻ്റെ മുഖം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ശാസ്ത്രം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അതായത് മനുഷ്യൻ്റെ മുഖം നോക്കാതെയുള്ള ശാസ്ത്രത്തെ എന്താണ് അദ്ദേഹം എതിർക്കുകയുണ്ടായി. പിന്നെ ത്യാഗചിന്തയില്ലാത്ത ആരാധന, നമ്മൾ ത്യാഗം ചെയ്യണം, നമ്മൾ ത്യാഗം അനുഷ്ഠിക്കുക, അതാണ് ആരാധന എന്ന് പറയുന്നത്. അതിലാണ് അദ്ദേഹം പ്രസാദിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വേറെ എന്ത് നമ്മുടെ പണത്തിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താണ് ഡംഭോ അല്ലെങ്കിൽ എന്താണ് അതൊന്നും അല്ല കാണിക്കേണ്ടത്. നമ്മുടേതായിട്ടുള്ള നമുക്ക് കുറേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രൗഢിയൊന്നും അല്ല ആരാധനയിൽ കാണിക്കേണ്ടത്. നമ്മുടേതായിട്ടുള്ള ഒരു ത്യാഗ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പം നമ്മുടെ ഭരണഘടനയിൽ തന്നെ എന്താണ്, ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇംഗർസോൾ വാച്ചിനെയാണ്. അപ്പം മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്ന ഒരു കാര്യത്തെ എന്താണ് ഗാന്ധിജി വിശേഷിപ്പിച്ചിരുന്നു. അതെന്താണ്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇംഗർസോൾ വാച്ചിനെയാണ് വിശേഷിപ്പിച്ചത്. 1963 റിലീസായ 9 Hours to Rama എന്ന ബ്രിട്ടീഷ് ചലച്ചിത്രത്തിൻ്റെ പ്രമേയം ഗാന്ധിയുടെ അവസാനത്തെ 9 മണിക്കൂറുകളാണ്. സ്റ്റാൻലി വോൾപേർട്ടിൻ്റെ ഇതേ പേരിലുള്ള നോവലാണ് സിനിമയ്ക്ക് അവലംബം. അപ്പോൾ 1963 ഒരു സിനിമ റിലീസ് ചെയ്തു, 9 Hours to Rama എന്ന സിനിമ. അതൊരു ബ്രിട്ടീഷ് ചലച്ചിത്രമാണ്. ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ അവസാനത്തെ 9 മണിക്കൂറുകളാണ്. 1948 ജനുവരി 30 അന്ന് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പം ഗാന്ധിജിയുടെ അന്നത്തെ ഒരു 9 മണിക്കൂർ സമയമാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇതൊരു ബ്രിട്ടീഷ് ചലച്ചിത്രമാണ്. ഇതിൻ്റെ പേരെന്താണ്, 9 Hours to Rama എന്നാണ്. ഇത് ഇറങ്ങിയത് എപ്പോഴാണ്, 1963. ഇത് ഗാന്ധിജിയുടെ അവസാനത്തെ 9 മണിക്കൂറുകളാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. 9 Hours to Rama എന്ന പേരിൽ ഒരു നോവൽ കൂടെയുണ്ട്. അതിൻ്റെ രചയിതാവ് ആരാണ്, സ്റ്റാൻലി വോൾപോർട്ട്. ഗാന്ധി എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് 1982 8 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചു. അപ്പം ഗാന്ധി എന്ന ഇംഗ്ലീഷ് സിനിമയ്ക്ക് 1982 8 ഓസ്കാർ അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. 11 നോമിനേഷനുകളാണ് ആകെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 11 നോമിനേഷനിൽ നിന്നും 8 അവാർഡ് കിട്ടി. 55ാം ഓസ്കാർ അവാർഡാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അപ്പോൾ 1982 ഓസ്കാർ അവാർഡ് എന്ന് പറഞ്ഞാൽ 55ാമത്തെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങായിരുന്നു. അപ്പം അതിൽ 55ാം ഓസ്കാർ അവാർഡാണ് എന്താണ് ഗാന്ധി എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. 11 നോമിനേഷനുകൾ പോയി, അതിൽ 8 നോമിനേഷനുകൾക്ക് എന്താണ് അവാർഡ് ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഗാന്ധിയെക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കാവുന്നതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള PDF നോട്ട് ഞാൻ റാങ്ക് ഫാലിൻ്റെ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു PDF ആ നോട്ട് എടുത്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് അതിനൊത്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരീക്ഷകൾക്കും ഗാന്ധിജി എന്ന പോർഷൻ വിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതും വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ധാരാളം കാര്യങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അതിന് വേണ്ടി ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയായിട്ട് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടേതായിട്ട് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻസിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഗാന്ധിയുടേതായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് കഴിഞ്ഞത്. ഇനി ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ക്ലാസ്സുകൾ വരാൻ വേണ്ടിയുണ്ട്. ഇനി റിവിഷൻ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.